വേദിയിലെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ശ്രീ രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വരുമെന്നത് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സാന്നിധ്യത്തോട് നമ്മളെ ബഹുമാനിക്കും, അംഗീകരിക്കും എന്ന് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഈ തലത്തിലും സാന്നിധ്യം കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷഫീ സാർ, പ്രിയപ്പെട്ട സുരാൻ ചേട്ടൻ, ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ മീനം പൗലോസും വിജയൻ മാവുങ്കലും, ശ്രീ രേഖാദേവി, ജേസി ചേച്ചി, കല്യാണിദേവി, അതുപോലെ തന്നെ അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കവിതാ ശ്രീകുമാർ, ബഹുമാനപ്പെട്ട ശ്രീ കമാൽ കുമാർ, നെടുമുടി അശോക് കുമാർ, തോമ്പിൽ രാജശേഖരൻ ഉൾപ്പെടെ ചേച്ചിയും, അതുപോലെ തന്നെ ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ശ്രീ അലപ്പി ചേട്ടൻ, ശ്രീ ബിജു നെട്ടല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലോകം എത്തിയ ശക്തിശാമോടൊപ്പം എത്തിയ അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് പേരത്ത് പറയുന്ന ആരോഗ്യ ഭാഷണിക്കുന്നുണ്ട്. എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. ഒരുപാട് പേരൊന്നും വരേണ്ട കാര്യമില്ല. ഇതൊരു സ്നേഹാദരമായ യോഗം ഇങ്ങനെയൊക്കെ കൂടണമെന്ന് കാലം കൽപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം മാസ്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ചിരിയോ ഒക്കെ കാണുമായിരുന്നു. ഇപ്പോൾ മുമ്പിലുള്ള ആൾക്കാരുടെ സ്നേഹമോ പ്രതിഷേധമോ ഒക്കെ ഒരു കണ്ണിൽ നോക്കി മാത്രം മനസ്സിലാക്കേണ്ട ഗതികേടിലാണ് നമ്മൾ. ഒരു വലിയ ഗതികേടിലാണ്. നമ്മളെക്കാൾ പുണ്യം ചെയ്തവരൊക്കെ കോവിഡ് കൊണ്ടുപോയിട്ട് കുറച്ച് പേരെ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. അടുത്ത വർഷം തോമ്പിലിന് ഈ പുരസ്കാരം തരണമെന്ന് രാധാകൃഷ്ണൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഇത് കൊണ്ടു നടക്കാനുള്ള വല്ലാത്ത ആഗ്രഹത്തിലേക്ക് അദ്ദേഹം കാലത്തെ കൈപിടിച്ച് ഏൽപ്പിക്കുകയാണ്. തോമ്പിൽ കൊടുക്കുന്ന സമയത്ത് നമ്മളിവിടെ ഉണ്ടാവില്ല. ഇത് കാലത്തിൻ്റെ നിയോഗമാണ്. അത് എല്ലാവരും ജീവിച്ചിരിക്കേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷെ പങ്കെടുത്തിനാവില്ല. കഴിഞ്ഞ വർഷം പങ്കെടുത്ത കുറേ മുഖങ്ങളെ ഞാൻ ഓർക്കുകയാണ്. എല്ലാവർക്കും എത്തിപ്പെടാനില്ല. എത്തിപ്പെട്ടിരിക്കുന്ന ഇത് ന്യൂനപക്ഷമാണ്. നമ്മളെ പോലുള്ള ന്യൂനപക്ഷമാണ്. എപ്പോഴും പറയുന്നു, ഇതിനാണ് ഒരാളുടെ കുറ്റം മക്കൾ പറയുന്നത്. ഒരു നാടാകുന്ന പഞ്ചായത്തിൽ ഒരാളെ ഉള്ളൂ, പിന്നെ അയാളെ കുറ്റത്തിലാക്കുന്നത്. ഒരു സംഗീത സംവിധായകൻ പുന്നപ്പറയിൽ ആലപ്പി വിവേകാനന്ദനെ ഉള്ളൂ, പിന്നെ അയാളുടെ കുറ്റം നമ്മളെന്തിനാ പറയുന്നത്? ഒരു പാട്ടെഴുതുകാരനെ എൻ്റെ പഞ്ചായത്തിൽ ഞാനേ ഉള്ളൂ. ഞാൻ ഒരു 2 പാട്ടും കൂടെ എഴുതിക്കഴിഞ്ഞു പറഞ്ഞാൽ അപ്പുറത്ത് മുക്കാമരക്കാരനെ എന്തിൻ്റെ വിഷമാണ്? അവന് 5-6 മുക്കാൻ കൂടി വിറ്റുകൊണ്ട് എന്തിനാ കുറ്റം പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഇതിനൊന്നും ആരും സ്വപ്നം കാണുന്നില്ല. എൻ്റെ കുഞ്ഞിനെ നല്ല പാട്ടെഴുതുകാരനാക്കണമെന്ന് എൻ്റെ സ്വപ്നം പോലും ശക്തമല്ല. അരങ്ങിൽ എൻ്റെ കുഞ്ഞ് ആടി തീർക്കണമെന്ന് തോന്നിൽ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മകള് അരങ്ങിൽ ഇങ്ങനെ പ്രശോഭിക്കണമെന്ന് ശാന്തചേച്ചി സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ അതിനേറെ സങ്കടങ്ങൾ അനുഭവിച്ച് കടന്നു വന്നവരാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നങ്ങൾ തുലച്ചു വളരാണ്. അതാണ് സത്യം. നമ്മളൊക്കെ അവരുടെ സ്വപ്നങ്ങൾ ഇവരുടെ ആക്സിഡന്റ് നമ്മൾ അവരുടെ സ്വപ്നങ്ങൾ തുലച്ചു കളഞ്ഞിട്ട് വിജയിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിന് വടക്കോശം എന്ന് പറഞ്ഞ പറയുക. വിജയിച്ചു കഴിയുമ്പോൾ എൻ്റെ വീടിൻ്റെ വടക്കോശം കിഴക്കോശം എന്നൊക്കെ പറയും. ഈ 8 തോറ്റു പോയി ഇതിലുണ്ട് അവിടെ വയലാറെന്ന് പറയും. 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ MA കാര്യം പറയുന്നത് വീടിൻ്റെ പറയും. ഞാൻ നിങ്ങളുടെ വീടിൻ്റെ കക്കൂസിൻ്റെ പറയും. കക്കൂസിൻ്റെ പറയുന്നത് ഈ 8 തോറ്റു പോയവരുടെ സ്കൂളിൽ നിന്നാണ് ആന്റണി 10 വർഷം ആ ക്ലാസ്സിൽ തന്നെയാണ് പറയാറ്. 8 തോറ്റുപോയവരുടെ കവിതയാണ് പഠിച്ച് പാസ്സായത് ആന്റണി വയലാർ പോയി. ഞങ്ങളൊക്കെ ആ സ്കൂളിൽ പഠിച്ചത് ഈ തോറ്റുപോയവരുടെ കവിതയാണ്. ജീവിതം നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അടുത്ത വർഷവും ഇത്രയേറെ ആർദ്രതയോടെ ഇത് നടക്കാൻ നമ്മുടെ കോവിഡ് കാലം നമ്മളെ
നമ്മളെ അനുവദിക്കുമോ എന്നുള്ള ഒരു ഭയാശങ്കയിലാണ് നമ്മൾ. അരങ്ങെല്ലാം നിന്നുപോയിരിക്കുന്നു. നമുക്ക് വേറെ പണി അറിയാൻ പാടില്ലാത്തവർ കലാകാരന്മാർ. അതിനിടയ്ക്ക് ജീവിതത്തെ ജീവിച്ചിരിക്കുന്ന ഇതിഹാസങ്ങളാണ് നമ്മുടെ വേദിയിൽ ഇരിക്കുന്നത്. എൻ.എൻ. സാറിനോടൊപ്പവും തോപ്പിൽ ഭാസിയോടൊപ്പവും ഓ മാധവനോടൊപ്പവും എസ്.എൻ. സദാനന്ദനോടൊപ്പവും ഒക്കെ നാടകത്തിൽ സഹകരിച്ച ഒരു പ്രിയപ്പെട്ട ആളെ കുറിച്ചാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. ആർട്ടിസ്റ്റ് കേശവൻ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടില്ല. മനുഷ്യൻ ബ്രഷ് ഉപയോഗിക്കാതെ ഒരു സാധനം ചതച്ചിട്ടുണ്ടല്ലോ. അതിന്റെ പേര് മലയാളത്തിൽ അതെ. പൈസ ഉണ്ടാക്കാൻ അറിയില്ല ആ മനുഷ്യൻ. പൈസ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാതെ കിട്ടിയത് മേടിച്ചുകൊണ്ട് പോയ ആ അച്ഛനെ കണ്ടാണ് പൈസ എങ്ങനെ മേടിക്കണമെന്ന് സുജാതൻ മാഷ് പഠിച്ചത്. സുജാതൻ മാഷിന് പൈസ മേടിക്കാനുള്ള കലയൊക്കെ അറിയാം. ഗിരീഷ് പറയാറുണ്ട്, പാട്ടെഴുത്ത് ജോലിയും പൈസ മേടിക്കൽ കലയുമാണ്. പൈസ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ പ്രൊഡ്യൂസർ എവിടെയാണ് പോകും. പ്രൊഡ്യൂസർ ചേട്ടാ പോയതായിരുന്നു ഇത് എഴുതി കഴിയുമ്പോൾ പുള്ളിയുടെ പൈസ മേടിക്കാം. പൈസ മേടിക്കൽ ഒരു കലയാണ്. പൈസ മേടിക്കാൻ പോലും മറന്നുപോയോ. കുറെ നക്ഷത്രങ്ങളെ നമ്മൾ ആദരിക്കുകയാണ്. ഈ നക്ഷത്രങ്ങളെ ആദരിക്കാൻ ഒരു ആകാശം ഉണ്ടാവും. ആ ആകാശത്ത് ഒരു സൂര്യൻ ഉണ്ടാവണം. ആ സൂര്യന്റെ പേരാണ് ഹരികുമാർ. ദൂരെ ആ മനുഷ്യൻ നമ്മളെ ഓർത്ത് ഇപ്പോൾ ഇരിപ്പുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. അവിടെ ഒരു സൂര്യനെ കത്തിച്ച് നിർത്താൻ ഒരു ആകാശം ഉണ്ടാകണം. ആ ആകാശത്തിന്റെ പേരാണ് ശ്രീ രാധാകൃഷ്ണൻ. നമുക്ക് പറഞ്ഞ ആകാശമില്ലെങ്കിൽ നമുക്ക് തെളിയാനൊന്നുമില്ല പ്രിയപ്പെട്ടവർ. എത്ര വലിയ താരമാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. വാത്സല്യം ഉണ്ടാവണം, ചേർത്ത് പിടിക്കാൻ ആളുണ്ടാവണം. എന്റെ തലമുറയിൽ എനിക്ക് വലിയ അഭിമാനത്തോടെ പറയാൻ കഴിയും, ഇത്തരം വലിയ തലമുറകളോടൊപ്പം എന്റെ പ്രായത്തിൽ ഇത്ര വാത്സല്യം അനുഭവിച്ച ഒരുത്തരും ഉണ്ടാവില്ല കേരളത്തിൽ. കാര്യം എന്താ? വക്കംഷങ്ങളുടെയും രാഗന്റെയും ഫ്രാൻസിസ് മാവൂരിന്റെയും ഗീതാസലാമിന്റെയും ടി.കെ. ജോണിന്റെയും വാത്സല്യം അനുഭവിച്ച് ചേർന്ന് നിൽക്കാൻ ഈ 47 വയസ്സിൽ ഒരുത്തരും കേരളത്തിലില്ല. അതിനുശേഷമാണ് ദൈവസ്നേഹ മോഹൻലാലിനെ ഞാൻ കണ്ടത്. എനിക്ക് അവരെ കാണപ്പെടുന്നത് കൂടുതൽ തോന്നാത്തത് വലിയ താരങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. 101 രൂപയ്ക്ക് നാടകത്തിൽ പാട്ട് എഴുതിയത് കൊണ്ടാണ് എനിക്ക് പാട്ട് എഴുതുമ്പോൾ ഇപ്പോഴും 5000 തോന്നാൻ ഞാൻ പറയും. ഓ 3 മാസത്തെ കറങ്ങാറില്ല. അപ്പൊ അതിൽ പഠിച്ചാൽ പറയാറുണ്ട്, ഇങ്ങനെ ചീപ്പാകരുത്, ഒരു 15 മേടിക്കണം. നമ്മൾ പാട്ട് എഴുതുന്നത് കേരളത്തിൽ കൂട്ടി നോക്കി 8 പേരും ഇങ്ങനെ. ഞാൻ പറഞ്ഞ 8 പേരിൽ ഒരാളല്ല ഞാൻ 101 രൂപയ്ക്ക് എഴുതിയാണ്. ഉത്സവപ്പറമ്പിൽ നിലാവുള്ള രാത്രികളിൽ നമ്മൾ ചില പേരുകൾ കേട്ടു. നാടകരചന ഫ്രാൻസിസ് മാവൂരിക്കര, സംവിധാനം ഡോക്ടർ ഷക്കീർ, ഗാനരചന ഏഴാച്ചേരി രാമചന്ദ്രൻ, സംഗീതം ആലപ്പി വിവേകാനന്ദൻ. പേര് നിൽക്കുമ്പോഴേ അണിയറയിലെ ചിലരെ നമ്മൾ സങ്കല്പിക്കും. ചിലർ അരങ്ങിലെത്തുമ്പോൾ നമ്മൾ അവരുടെ രൂപം വായിച്ചെടുക്കും. അരങ്ങിൽ പുറകിലിരിക്കുന്നവരെ ചിലപ്പോൾ ജന്മത്തിൽ കാണാൻ കഴിയില്ല. എ.പി. ഗോപാലിനെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. പുതിയ തലമുറ ആലപ്പി വിവേകാനന്ദൻ എന്ന പേര് കേട്ടപ്പോഴേ ഞാൻ ആറടിക്കൊപ്പമുള്ള ഒരു ഖജാന ബാബുവിനെ മനസ്സിൽ സങ്കല്പിച്ചു. ഈ മനുഷ്യൻ എന്നെ പീഡിപ്പിക്കും എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. പാട്ടെഴുതുമ്പോൾ സംഗീത സംവിധായകന്റെ പീഡനം പതിവാണ്. നടൻ സംവിധായകന്റെ പീഡനം ഉണ്ടാവും. ഇങ്ങനെയാണ് ഈ രംഗത്തോട് നമുക്ക് വിരക്തി തോന്നുന്നത്. അങ്ങനെ കൊല്ലം ചെയ്തതിലൂടെ ക്യാമ്പ് നിൽക്കുമ്പോൾ ആറടി പൊക്കമുള്ള വിവേകാനന്ദനെ പ്രതീക്ഷിച്ച ഞാൻ ഒരു 3.5 അടി പൊക്കമുള്ള ഒരാൾ പതുക്കെ എൻ്റെ അടുത്ത് ചേർന്നിരുന്നു എന്നോട് പറയുന്നു, നമുക്ക് തുടങ്ങാം. ഈ സ്നേഹവും ഈ വാത്സല്യവുമാണ് പാട്ടിനെ പ്രണയിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ മനുഷ്യനാണ് ആദ്യം എനിക്ക് പിന്നിട്ടുള്ളത്. ആ ട്യൂണിൽ വെച്ച് പാട്ട് എഴുതാനുള്ള രസതന്ത്രം എന്നെ പഠിപ്പിച്ചതുകൊണ്ട് വിവേകാനന്ദ മാഷാണ്. പിൽക്കാലത്ത് 130 സിനിമകളിൽ പാട്ട് എഴുതുമ്പോഴും ജോൺ സാറും രവീന്ദ്രനും മുമ്പിൽ ഇരിക്കുമ്പോഴും എനിക്ക് വേറെ തോന്നാത്തത് ഈ സൂത്രം എനിക്ക് പഠിപ്പിച്ചത് ഒരാൾക്കുടെ കയ്യിലുണ്ട് എന്ന വല്ലാത്ത വൈകാരികത ഉണ്ടാകും. ഇതൊരു വലിയ സ്നേഹമാണ്, ഇതൊരു വലിയ ദർശനമാണ്. കാതുകളുടെ പൊന്നോലാണെങ്കിൽ നാടകത്തിൽ ചേർന്ന ലളിതയോടൊപ്പം ഈ മനുഷ്യൻ 45 വർഷങ്ങൾക്ക് മുമ്പോ 42 വർഷങ്ങൾക്ക് മുമ്പോ അരങ്ങിൽ ആടി നിവർത്തുന്നത് കാണാനുള്ള പുതിയ തലമുറയിലെ ഭാഗ്യം കിട്ടിയവരാണ്. ഞങ്ങൾക്ക് അതിന് മുമ്പുള്ള ചരിത്രത്തെക്കുറിച്ച് അറിയില്ല. ഞങ്ങളുടെ തലമുറ അല്പം താമസിച്ച് ജനിച്ചുപോയി, ക്ഷമിക്കണം. പക്ഷെ അന്ന് കണ്ട ഈ മനുഷ്യൻ ഇന്നും ഇതുപോലെ ഇരിക്കുന്നു. അത് ഗോദരേജിന്റെ ഔദാര്യമൊന്നുമല്ല, അത് ഒരു കൈയടിച്ചിട്ടുമല്ല, അത്
ആ മനുഷ്യന്റെ മനസ്സിന്റെ വൃത്തി കൊണ്ടാണ്. മനസ്സിൽ വൃത്തിയുള്ളവന്റെ അരക്കും വൃത്തിയായിരിക്കും. അതാണ് അല്പം മുമ്പ് ബഹുമാനപ്പെട്ട സുദർശൻ പറഞ്ഞത്. മനസ്സിൽ എന്നും അടിച്ചു തൂത്ത് തളിക്കുന്ന ഒരു വൃത്തിയുള്ള മനുഷ്യൻ, അതിന്റെ പേരാണ് വക്കം ഷക്കീർ. ആ വൃത്തിയാണ് ഈ പിടിപ്പിക്കുന്നത്. ഒരൊറ്റ ആളെ കുറിച്ച് ഒരു കുറ്റവും ആ മനുഷ്യൻ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഒരു പരാതിയില്ല. മറ്റവൻ ശരിയില്ല, ഇവൻ ശരിയല്ല. അങ്ങനെ കേൾക്കാൻ വേണ്ടി വക്കം ഷക്കീർ എടുത്ത് ചെയ്തത് ആരെക്കുറിച്ച് ഒരു കുറ്റം പറയില്ല, ആരെക്കുറിച്ച് ഒരു കുറ്റം പറയില്ല. അതൊരു മലയാള സിനിമയിൽ ഒരുപാട് ജെന്റിൽമാന്മാരുണ്ടെന്ന്. മലയാള നാടകവേദിയിലെ ജീവിച്ചിരിക്കുന്ന ഒന്നാമത്തെ ജെന്റിൽമാന്റെ പേര് വക്കം ഷക്കീർ. ആ മനുഷ്യന്റെ വൃത്തി അരങ്ങിലുണ്ട്, അഭിനയത്തിലുണ്ട്, സംവിധാനത്തിലുണ്ട്, എല്ലാത്തിലുണ്ട്. ഇവരെയൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ലേ. ഞാൻ ഈ ഇരിക്കുന്ന ആളൊന്നുമല്ല. ഒരു ഡേറ്റ് ചോദിച്ചാൽ മോഹൻലാലിനെ കാണാൻ ഇപ്പോൾ ഒരാൾക്കും സാധിക്കും. മോഹൻലാലിന്റെ സിനിമ എടുത്ത ഒരു സംവിധായകനെയും കൊള്ളാൻ കഴിയില്ല. ഒരു സംവിധായകൻ പറയുമ്പോൾ മോഹൻലാലിന്റെ ഡേറ്റ് ഇപ്പോഴും നടക്കില്ല. ഒരു നിർമ്മാണം പറയുന്നത് 50,000 കോടി നടക്കില്ല. കാര്യം ആന്റിന്റെ വിഭാഗം തന്നെ നിർമ്മിക്കും. മോഹൻലാലിന്റെ ബൈറ്റിന് വേണ്ടി പത്രപ്രവർത്തകർ തപ്പി നടന്നാൽ ആ മനുഷ്യനെ കിട്ടില്ല. ആ മനുഷ്യനെ കൊണ്ട് പാട്ട് പാടിക്കണമെന്ന് ഒരു സംവിധായകൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ താരമൂല്യമുള്ള നടൻ ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനത്ത് ജീവിക്കുകയാണ്. ഈ ചെറിയ സംസ്ഥാനത്ത് ജീവിച്ചതുകൊണ്ടാണ് ആ മനുഷ്യൻ 8 കോടി രൂപ പ്രതിഫലം വാങ്ങിക്കുന്നത്. ആ മനുഷ്യൻ തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ 80 കോടിയാണ്. 75 കോടി പ്രതിഫലം മേടിക്കുന്ന ആളുടെ പേരാണ് വിജയ്. അയാൾ ചെറുതാണ്, പക്ഷെ അയാളുടെ വിൽപ്പനയുടെ സാധ്യത വലുതായതുകൊണ്ടാണ്. ചിത്ര ഇപ്പോഴും മേടിക്കുന്ന 1.5 ലക്ഷം രൂപയാണ് മലയാളത്തിൽ. പക്ഷെ തമിഴ്നാട്ടിൽ ചിലപ്പോൾ 5 ലക്ഷമാണ്. എന്നേക്കാൾ 2 വയസ്സ് പ്രായം കുറവുള്ള പാ വിജയ് ഒരു പാട്ടെഴുത്തിന് മേടിക്കുന്നത് 1.25 ലക്ഷം രൂപയാണ്. പാ വിജയ് ഒരു 10 പാട്ടെഴുതിയ പാ വിജയെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. അയാൾ ഒരു ആഡംബര കാർ കൊണ്ട് ഇറങ്ങുന്നു. 2 സെക്രട്ടറി കൊടുക്കും, പിന്നെ 2 അല്ലെങ്കിൽ 3 സെക്രട്ടറി വയ്ക്കാം. കയ്യിൽ പൈസ ഇല്ലായിരുന്നു. നമുക്ക് സെക്രട്ടറി ഇല്ല. നമുക്ക് കിട്ടുന്ന ഇപ്പോഴും തുച്ഛമായ പൈസയാണ്. അപ്പൊ ഇത്രയേറെ കാര്യമൂല്യമുള്ള നടനെ കൊണ്ട് അമ്പലപ്പുഴയിൽ ഒരു പാട്ട് പാടിക്കണമെന്നുള്ളത് രാധാകൃഷ്ണന് മാത്രമേ സാധിക്കൂ. അത് അകത്തെ കണ്ണന്റെ ഇടപെടലുള്ള പുറത്തെ രാധാകൃഷ്ണന് മാത്രം. നിങ്ങൾക്കറിയോ, ഒരു പാട്ടിനെ ആ പാട്ട് ആരെ ഡയറക്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കണം. നമ്മളോട് പറയും നമുക്ക് ലാൽഘോഷനുണ്ട്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡയറക്ടർ പ്രിയദർശനാണ്. ആ പ്രിയദർശനം കൊണ്ട് തന്നെ ആ മനുഷ്യൻ ആ പാട്ട് ഡയറക്റ്റ് ചെയ്യിച്ചു. അത് ആര് പാടണം എന്നൊരു ചോദ്യത്തിന് മോഹൻലാൽ ചുണ്ടരക്കിയാൽ നമ്മൾ പിന്നീട് പ്രതീക്ഷിക്കുന്നത് യേശുദാസനെയല്ല, പുറകെ ഒരു MG ശ്രീകുമാർ ഉണ്ടാവണം. ആ MG ശ്രീകുമാർ തന്നെ ആ മനുഷ്യൻ ആ പാട്ട് പാടിച്ചു. അവിടെ ചെല്ലുമ്പോൾ മോഹൻലാലൊക്കെ ചേട്ടായെന്ന് വിളിക്കുമ്പോൾ നമ്മളോടൊപ്പം ഈ മനുഷ്യനെ കൂടോത്രം ചെയ്തിട്ടുണ്ട്. അല്ല, രാധാകൃഷ്ണന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ കീഴടങ്ങി പോകും. അതൊരു പ്രേക്ഷണികമായ എതിർത്ത് പാഠമാണ്. ഈ മനുഷ്യനെ അമ്പലപ്പുഴയിൽ MLA ആക്കാം. ഈ മനുഷ്യനെ വേണമെങ്കിൽ കേരളത്തിൽ ഒരു മിനിസ്റ്റർ, പക്ഷേ ഒരാഗ്രഹമില്ല. അതുകൊണ്ടാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് കാണിച്ചാൽ നമുക്കൊരു ചെറിയൊരു ഗമയാക്കിയില്ല. നമ്മൾ വെറുതെ പറഞ്ഞു പോകും, ചേട്ടാ പലപ്പോൾ ചെയ്തു തരാം. അങ്ങനെ ചെയ്തു തരാം എന്ന് ഏത് പണക്കാരനും ഏറ്റവും വലിയ കലാകാരനും മുമ്പിൽ കീഴടക്കുന്ന ഒരു വലിയ വാസ്തവികതയുള്ളതുകൊണ്ടാണ് ഒരുപാട് പണക്കാർ വിശ്വസ്തയോടെ കുറച്ചാൾക്കാർക്ക് ഇത് കൊടുക്കാമെന്ന് തീരുമാനിക്കണം. ആ വിശ്വസ്തയുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ചെറിയ കാര്യമുണ്ട്. അതിന് ചെറിയ കാര്യങ്ങളും നമുക്ക് വിചാരമുണ്ടാവും. കാര്യങ്ങളോട് പരിപാടികൾ കാണിക്കുന്നത് പറഞ്ഞു. പക്ഷെ അദ്ദേഹം കാര്യങ്ങളൊന്നും ഒരു സത്യസന്ധതയുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ മോട്ടിലോട്ട് പോയവന്റെ വീട്ടുകാരുടെ കമ്പനി കൊടുത്തായിരുന്നത്. മോട്ടിലോട്ട് പോയവന്റെ വീട്ടുകാർ അപ്പോട്ടെ കൊച്ചുണ്ണിയിലെ കൊണ്ടുപോയി കാര്യം അപ്പുറത്തെ നാളെ കല്ലുവെക്കും. ഇപ്പുറത്ത് നല്ല വസ്ത്രം മേടിക്കും. ഇതൊക്കെ കൊച്ചുണ്ണിയുടെ പോക്കത്ര കാരണം സംഭവിച്ചതാണ്. കായംകുളത്തിൽ നാട്ടുനടപ്പ് രീതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു സമ്മേളനം നടക്കുമ്പോൾ ആയിരങ്ങൾക്ക് സഹായിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ പരിമപ്പെടുത്തിയ ഒരാൾ അവിടെ
ഒന്നിനും ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ മാറി നിൽക്കാൻ നമുക്ക് ഒരു രാധാകൃഷ്ണൻ എങ്ങനെയുള്ളൂ? ചേർത്തലയിൽ അങ്ങനെ ഒരു രാധാകൃഷ്ണനില്ല, ആലപ്പുഴയിൽ അങ്ങനെ ഒരു രാധാകൃഷ്ണന്റെ പ്രതിരൂപമായിട്ടുള്ള ഒരു ഗോവിന്ദൻകുട്ടിയോ കൊല്ലപ്പനോ തങ്കപ്പനയോ കണ്ടെത്താൻ പറ്റില്ല. അപ്പുറത്ത് കായംകുളത്ത് വേറൊരു രാധാകൃഷ്ണനുണ്ട്, അതിന്റെ പേരാണ് ഇന്ന് എന്ന് പറയാൻ അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് കിട്ടില്ല. അങ്ങനെ ഒരാളുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചേർത്തിരിക്കുന്നത്. ഇത് ചെറിയ കാര്യമല്ല. ഒരാൾ കടന്നു നോക്കി കഴിയുമ്പോഴേ നമുക്ക് വില മനസ്സിലാവും. അച്ഛന്റെ വില മനസ്സിലാകണമെങ്കിൽ അച്ഛൻ ഒക്കെ ഇല്ലതാണ്. മദ്രാസിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ അച്ഛനെ നമ്പർ എടുത്ത് നോക്കി, എവിടെ എത്തിയതാണെന്ന് ചോദിക്കാൻ ആ പാവം ജീവിച്ചിട്ടില്ല. അപ്പോഴാണ് നമ്പറിനൊക്കെ വില ഉണ്ടാവുന്നത്. ചില സാഹചര്യങ്ങൾ നമ്മളെ ചേർത്ത് പിടിക്കുമ്പോഴും നമുക്ക് കുറ്റം പറയാൻ തോന്നും. രാധാകൃഷ്ണനെ കുറിച്ച് കുറ്റം പറയുന്നതിന്റെ തേർഡ് ഹാസ്റ്റൽസിനോട് ഞാൻ പറയാറുള്ളത്, നിനക്കൊന്നും ആ മനുഷ്യന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല. വേഗ ശിവന്റെ അമ്പലത്തിൽ കയറിയിട്ട് നമസ്കാരം കൊണ്ടത് ഒരു ധാരകൂടെ നടത്തിയിട്ട് പറയും ശിവൻ ചെയ്തിരിക്കുന്നു. എന്താ ശിവനൊരു ഡെപ്പാട്ടിട്ട് മോടി ഇരിപ്പുണ്ടെന്ന് പറയുന്ന പാർട്ടില്ല. ഏതാ ശിവന്റെ അവിടെ തന്നെ ഒരു ധാരയൊക്കെ നടത്തിയിട്ടാണ് പുറത്തിറങ്ങിയത്. ശിവന്റെ കുറിച്ച് ആദ്യം പറയും ഇതിന്റെ പേര് ഇമോഷണൽ പൊല്യൂഷൻ. അടുത്ത ജന്മത്തിൽ അടുത്ത നിമിഷം ജീവിച്ചിരിക്കുകയും ഞാൻ സംസാരിക്കുന്നില്ല. 28-30 വർഷക്കാലം ഹിമാലയത്തിന്റെ മോളിൽ ജീവിച്ചിരുന്ന ഒരാളുടെ പേരാണ് തപോവന സ്വാമി. 30 വർഷം ഹിമാലയത്തിന്റെ നിറവിൽ താമസിക്കുകയാണ് തൃശ്ശൂരുകാരനായ പൂർവാശ്രമത്തിലെ ഹരികുമാർ. അദ്ദേഹത്തിന്റെ പേര് ഹരികുമാറാണ്. 30 വർഷം മുകളിൽ താമസിച്ചു. അവിടെ തട്ടുകടയൊന്നുമില്ല. രാവിലെ ഒരു കട്ട ഐസ് കഴിക്കും, വൈകിട്ട് കഴിക്കും, വിശക്കുമ്പോഴൊക്കെ ഐസ് കണ്ടെടുത്ത് കഴിക്കും, പിന്നെ വായു. അങ്ങനെ 2100 പേർ ഹിമാലയത്തിന്റെ നിറവിൽ താമസിക്കുന്നുണ്ട്. 2100 പേർ താമസിക്കുന്നുണ്ട്. ഇവിടെ ദോഷമില്ല. ആഹാരം കുറയുന്നതും അത്യാർത്ഥി കുറയും എന്നാണ് സഹോദര സ്വാമികൾ പറയാറുള്ളത്. ആഹാരം കുറയുന്നതും അത്യാർത്ഥി കുറയും. കാമചിന്തകൾ ഉണ്ടാവില്ല, ദ്വേഷം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആഹാരം കൂടുന്നതും ആർത്തി കൂടും. ആ സ്വാമികളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഈജിപ്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യണം. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ് സ്വാമികളെ? അപ്പൊ സ്വാമികൾ പറയുന്നത് നോ മിറക്കിൾ ഇൻ ദ യൂണിവേഴ്സ്. ഒരത്ഭുതവും ഈ ലോകത്തില്ല. ഓ പിന്നെ എക്സെപ്റ്റ് ഐ ആം അലൈവ്. ഞാൻ ജീവിച്ചിരിക്കുന്നതിനപ്പുറത്ത് ഒരത്ഭുതവും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇരിക്കുന്നവര് മുകളിലേക്ക് ശ്വാസം വിട്ടിട്ട് തിരിച്ചൊരു ശ്വാസം കിട്ടിയില്ലെങ്കിൽ തീർന്നു പോകുന്നവരാണ്. അത്ര SP ബാലകൃഷ്ണ സുബ്രഹ്മണ്യം എന്ന ഏറ്റവും വലിയ മനുഷ്യൻ മുകളിലേക്ക് ശ്വാസം വലിച്ചിട്ട് ഇങ്ങോട്ട് ശ്വാസം കിട്ടാതെ തീർന്നു പോയ പാവമാണ്. ആ മനുഷ്യനാണ് അയ്യോ ഈ മനുഷ്യന്റെ ശ്വാസമാണോ അതോ ഈ ട്രിക്കുകളൊന്നും ഇല്ലാത്ത സമയത്ത് പാടിയതാണ് സ്റ്റുഡിയോ ഇപ്പോഴാണ് കാർട്ടിസ്റ്റൊക്കെ വന്നത്. അതിന് മുമ്പേ പാടിയ മനുഷ്യന് ശ്വാസം തീർന്നുപോയി. അത്ര ഒരുപാട് പുണ്യപ്പെട്ടവരെ കാലം എടുത്തുകൊണ്ട് പോയതിനു ശേഷം ചേർന്നിരിക്കുകയാണ് നമ്മൾ. ഇനിയും നിനക്ക് കുറെ പേരെ കാണിച്ചു തരാമെന്ന് കാലമാകുന്ന മഹാവൈദ്യൻ പറഞ്ഞിരിക്കുന്നു. മറവിയുടെ മരുന്നേരി കാലമാം മഹാവൈദ്യൻ അരികിലുണ്ട് എന്ന് നാടകമേഖലെന്ന അക്ഷരജ്വാലയുടെ നാടകത്തിൽ പാട്ടെഴുതാനുള്ള ഭാഗ്യം കിട്ടിയവരാണ് ഞാൻ. ഈ രംഗമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കാലമാകുന്ന മഹാ സംവിധായകൻ കളിക്കുകയാണ്. അതിനിടയ്ക്ക് ആർട്ടിസ്റ്റ് ഒരു അത്ഭുതം ഉണ്ടാക്കി കടന്നുപോയി. രംഗമണ ഒരു പ്രോപ്പർട്ടി അല്ല എന്ന് ആ മനുഷ്യൻ തീരുമാനിച്ചു. അവിടെ തൊട്ട് ആ മനുഷ്യൻ വളരാൻ തുടങ്ങി. ചക്കയുടെ പടം വരച്ചു വെച്ചതിന് ശേഷം നാടകം തുടങ്ങി. നാടകത്തിൽ പിന്നെ ഒരു കഥയുണ്ടല്ലോ, ഒരു കഥാതന്തു വികസിച്ച് വരുമ്പോൾ ചക്ക അതുപോലെ ഇരിക്കുന്ന പൊട്ടന്മാരുണ്ട്. പക്ഷേ ആർട്ടിസ്റ്റ് കേശവൻ ആ ചക്കയെ കഴിപ്പിച്ചു, പിന്നീട് കാക്കയെ കൊണ്ട് കൊത്തിച്ചു, പിന്നീട് വെട്ടി നാടകം തീരുമ്പോൾ പ്രാവ് പോലും ഇല്ലാതാക്കി. ജീവിതം അങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്തിയ ജീനിയസിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ആ ചക്ക അതുപോലെ തന്നെ അവിടെ ഇരിക്കും. മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിനിടയ്ക്ക് സ്വപ്നങ്ങൾ പഴുതു പോകുന്നത് പോലെ, ജീവിതത്തിലെ ചില വസന്തങ്ങൾ മാഞ്ഞു പോകുന്നത് പോലെ, പുറകിലുള്ള പ്രോപ്പർട്ടിയിൽ വലിച്ചു വച്ചിരിക്കുന്ന ചക്ക അതൊക്കെ പതുക്കെ ഇതിന്റെ നൈസർഗികമായ രൂപങ്ങൾ മാറി മാറി പോകുന്ന ഇന്ദ്രജാലം കാണിച്ച വലിയൊരു മനുഷ്യൻ. ഈ മനുഷ്യന്റെ മകൻ ജീവിക്കുന്ന ഇതിഹാസമാണ്. ഇങ്ങനെ ഇരിക്കുന്നത് ഈ നോട്ട് കെട്ടായത് കൊണ്ടാണ്. ചില്ലറയാകുമ്പോഴേ പ്രകടനമുണ്ടാകും. മനസ്സിലായി? നോട്ട് നമ്മളൊക്കെ ചില്ലറമായതുകൊണ്ടാണ് നമ്മൾ എഴുതുന്നു. പണ്ട് ഞാൻ 32 ഇങ്ങനെയായിരുന്നു, ഈ മനുഷ്യൻ 32 42 ടോപ്പായിരുന്നു.
ഒന്നും വേണ്ടില്ല. ഈ മനുഷ്യനാണ് ആദ്യത്തെ പത്മശ്രീ കൊടുക്കേണ്ടത്. ഈ ജന്മത്തിൽ അത് കിട്ടില്ലെന്ന് ഓർത്തിട്ട് നമുക്ക് ആ മോഹം തീർത്തു കൊടുക്കാം. വേണ്ട. ദേവരാജൻ മാഷിനും ദക്ഷിണാമൂർത്തി സ്വാമിക്കും ഇല്ലാത്ത പത്മശ്രീ നമുക്ക് അദ്ദേഹത്തിന് കൊടുത്തില്ല എന്ന് മാത്രം പറയുക. അത് കൊടുക്കേണ്ടവരെ ആ വിവരമില്ലാതായി പോയി എന്ന് മാത്രം വിചാരിക്കുക. പ്രിയപ്പെട്ട സാങ്കേതികമാണ്. സംസ്ഥാന സർക്കാരിന്റെ ശുപാർശകൾ കഴിഞ്ഞ 3 വർഷമായി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് കിട്ടാത്തത്. സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയിൽ പലപ്പോഴും വിദ്യാർത്ഥിയുടെ പേരുമുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇത് പതുക്കെ കീറി ഒരു കൊട്ടയിടുകയും ആ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോട് വിധേയത. അത് കുറ്റമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെയൊക്കെയാണ് പലരെയും അംഗീകരിച്ചിട്ടുള്ളത്. BJPയോട് ഏറ്റവും പ്രിയപ്പെട്ട കൈതപ്രത്തിന് ആ അവാർഡ് കിട്ടി, ഈ പത്മശ്രീ. അതുകൊണ്ടാണ്. അപ്പൊ ആ പാർട്ടിയോട് ഏറ്റവും അഭിനിവേശം എപ്പോ കാണിക്കാമെന്നൊന്നും അപ്പത്തൊന്നും നമുക്ക് പ്രതീക്ഷിക്കാം എന്നല്ലാതെ ഈ പുരസ്കാരം പത്മ അവാർഡ് കിട്ടില്ല. ജയറാമിന് കിട്ടിയത് എങ്ങനെ ഒരു രസകരമായ കാര്യങ്ങൾ നിർത്താൻ പോവുകയാണ്. ജയറാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യേഷ്ഠ സഹോദരനാണ് വയലാർവി. വയലാർവിയെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ എവിടെയാണെന്ന് ചോദിച്ചപ്പോ ഞാൻ കലക്ടറുടെ ഓഫീസിൽ ഇരിക്കുകയാണ്, കരുണാനിധിയുടെ ഓഫീസിൽ. എന്നാൽ ഇങ്ങോട്ട് പാടാവൂ എന്ന് വയലാർവി സുഹൃത്തമായ ഒരു വർത്തമാനം പറഞ്ഞു. അദ്ദേഹം വന്ന പ്രവാസികാരി മന്ത്രിയായി ഓടിച്ചെന്നപ്പോൾ കലക്ടറെ പരിചയപ്പെടുത്തി. ഈ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും വലിയ നടനാണ് കേട്ടോ. അത് ശരി, തമിഴ്നാട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് സാർ? തമിഴ്നാട്ടിൽ ഞാൻ കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച 2ാമത് നടനുള്ള അവാർഡ് മേടിച്ചു. ഏത് സിനിമ? തെന്നാലി. കമൽ ഹാസനോടൊപ്പം അഭിനയിച്ചു അല്ലേ? ഇവിടുത്തെ അവാർഡ് ഞാൻ കലൈമാമണി അവാർഡ്. സുപ്രസിദ്ധമായ ഒരു വിനയം അദ്ദേഹത്തിനുണ്ട്. ആർക്ക്? ജയറാമിന്. ആ വിനയം കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ വലിയ പുള്ളിയാണ്. ഇവിടുത്തെ വലിയ പുള്ളിയാണ്. ഒരു കാര്യം ചെയ്യും, ആ സമയത്ത് അദ്ദേഹത്തിന്റെ PA ഒരു പേപ്പർ കൊണ്ടുവന്നു. അത് പത്മശ്രീയുടെ ശുപാർശ പേപ്പറായിരുന്നു. ജയറാമിന്റെ തലവര അവിടെ തുടർന്നു. ആ ശുപാർശയിൽ 6ാമത്തെ പേര് കഴിഞ്ഞാൽ ഒരു ചേട്ടമുട്ടുകാരന്റെ പേര് പതുക്കെ കയറി വെട്ടിക്കളഞ്ഞു. ജയരാമൻ എന്ന് എഴുതി ചേർത്തു. തമിഴ്നാട്ടിൽ ജയരാമനാണ്. ഇതിൽ യോഗമാണ് പ്രിയപ്പെട്ടത്. ആ യോഗത്തിലേക്ക് എത്തുക എന്നുള്ളത് ഭാഗ്യമാണ്. വെറും ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു പെൺകുട്ടിയുണ്ട്, സ്മൃതി ഇറാനി. അവൾ അതിമനോഹരമായി മോദിയുടെ മുമ്പിൽ സംസാരിച്ചപ്പോൾ മോദി നോട്ട് ചെയ്ത് പറഞ്ഞു, ആ പെൺകുട്ടി ഏതാണ്? കൊള്ളാമല്ലോ. അങ്ങനെ ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യാത്ത ആ പെൺകുട്ടി ഭാരതത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി. ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു യോഗമാണ്. നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. CMന്റെ മുമ്പിൽ ലാംഗ്വേജ് വിഡ്രോ ചെയ്തതിനു ശേഷമുള്ള ഒരു യോഗത്തിൽ സംസാരിച്ചപ്പോൾ CMന്റെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ കുമാരനാശാൻ സ്മാരകത്തിന്റെ ചെയർമാനായത്. ഒറ്റ കാരണം, ഒറ്റ രീതിയിൽ മാത്രം അയാളുടെ നമ്പർ കൂടി നോട്ട് ചെയ്തു എന്ന് ഒറ്റ വാക്കിൽ ആണ്. നല്ല കഴിഞ്ഞ് ഞാൻ അത് ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. ഇച്ചിരി കൂടി ചേർന്ന് ഞാൻ അതിലൊപ്പം വലിയ സ്ഥാനം വേണ്ടി ഇത്രയേ ഉള്ളൂ. എത്തിപ്പെടുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു യോഗമായിരിക്കാം. ആ യോഗം കിട്ടിയില്ലെങ്കിലും തോമ്പിൽ അനേകായിരങ്ങളുടെ ആരാധനാ കഥാപാത്രമായി ഉറങ്ങിക്കിടക്കുമ്പോഴും സ്വപ്നം കാണുന്ന ഇതിഹാസ പുരുഷനായി അരങ്ങ് സമ്മാനിച്ച ഏറ്റവും വലിയ അത്ഭുതമായി എത്രയെത്ര വേദികളിൽ ആടിത്തീർത്തിരിക്കുന്നു രാധാകൃഷ്ണൻ പറഞ്ഞത്. ഓസ്കാർ എത്ര വട്ടം കിട്ടിക്കാണും. വിവേകാനന്ദൻ സ്വന്തം സങ്കടം നടന്ന് ആ പതുക്കെ ആ ഹാർമോണിയം ഇങ്ങനെ ചേർത്തമർത്തി ആ ഇണം ഉണ്ടാക്കിയപ്പോൾ എത്ര പേർ പോയി തിരിച്ചു. 8 or 9 സ്റ്റേറ്റ് അവാർഡ് മേടിച്ച മനുഷ്യന്റെ ഇരിക്കുന്നില്ലേ? 9 സ്റ്റേറ്റ് അവാർഡ്. അത് എപ്പോഴാണ് കിട്ടിയത് നോക്കുമ്പോഴാണ് അത്ഭുതം. രാജാക്കന്മാർ ജീവിച്ചിരുന്നപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മനുഷ്യനാണ്. രാജാക്കന്മാരുടെ പേര് MK യോധനൻ, ഫ്രാൻസിസ് വല്ലപ്പാട്, കുമരകൻ രാജപ്പൻ, വൈപ്പിൻ സുരേന്ദ്രൻ. ഈ 4 രാജാക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ സ്റ്റേറ്റ് അവാർഡ് വേറെ ഒരിക്കലും കിട്ടിയില്ല. അവർ മരിച്ചതിന് ശേഷം ബാക്കി എല്ലാവരും മേടിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം മേടിച്ചു. ആ കാലത്ത് അവാർഡിനൊന്നും വിലയായിരുന്നു. ആ സമയത്ത് ഈ അവാർഡ് മേടിച്ച മനുഷ്യൻ പെൺമക്കൾ ഉള്ള ഒരു വീട്ടിൽ ഒരു ഹാർമോണിയത്തിലെ ഈണം മാത്രം തുണയായിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ അവരെ വളരെ ഭംഗിയായി കെട്ടിച്ചയച്ചിട്ട് ഇപ്പോഴും പട്ടിണിയില്ലാതെ ജീവിച്ചിരിക്കുന്ന ഇന്ദ്രജാലം പറഞ്ഞു. ആ ഇന്ദ്രജാലം സമ്മാനിച്ചത് ഷക്കീർ സാർ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൃത്തിയുള്ള ഒരു മനസ്സുള്ളതാണ്. ആ വൃത്തിയുള്ള ഒരു മനസ്സുള്ള ഒരു മനുഷ്യന് ഒരു മുട്ടും ഉണ്ടാവില്ല. നമ്മളൊക്കെ അങ്ങനെ പട്ടിണി കിടക്കാനൊക്കെ യോഗ്യ അവസ്ഥ ഉണ്ടാകും. നാടകന്മാരെ കുറിച്ച് പിന്നെ അടുത്ത വീട്ടുകാരെ ചെയ്തല്ലോ ആണ് ചെയ്തത്. 2 സിനിമ എണ്ണീച്ച പറയും ഇതുപോലെ
കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് തട്ടുകടക്കാരനും അവിടുത്തെ കോളേജ് ആർട്സ് കൊടുക്കാൻ ചെയ്യും. തട്ടുകട അവിടേക്ക് മറിച്ചിട്ട് ഒറ്റ വേഷമില്ല. അവൻ യൂസി കോളേജ് ഞാൻ ഏത് ഞാൻ അവരുടെ ഇന്ന സിനിമയിൽ ഏത് ആസിഫിയുടെ അപ്പുറത്തിൽ ഓംപ്ലേറ്റിങ്ങനെ അത് ശരി അത് ഓംപ്ലേറ്റ് ബീച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഇപ്പോൾ അത് സന്തോഷം. പിന്നെ അങ്ങനെയല്ല അങ്ങനെ സിനിമ വലിയ ഔദാര്യമാണ്. ഞാൻ കൈതലുള്ള ആപ്പിയുടെ സിനിമയിൽ എഴുതിയത് പിന്നെ ഇതുവരെ ആശംസ എന്നുള്ള സംഭവത്തിൽ പെട്ടിട്ടില്ല. ഒന്നേ മുഖ്യാതി മനുഷ്യൻ ഒരു സിനിമയിലേക്കാൻ അഭിനയിച്ചിരുന്നെങ്കിൽ ചേർത്തലയുടെ അഭിമാനമായ അഭിമാനമായ അതിന് മുമ്പ് ഭാര്യയുടെ പഴയ സാരി മറച്ചിട്ട് അകത്ത് ടി വി ഇല്ലാതെ പുറത്ത് അകങ്കീരം ഒഴിച്ചിട്ട് രാജകീയതയിൽ നമ്മൾ മറന്നുപോയത്. കാർലോസായി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പിന്നീട് ചേർത്തലയിലേക്ക് ഏകനായി. അരങ്ങ് എന്റെ ഏറ്റവും വലിയ അഭിമാനമാണെന്ന് കരുതി വെള്ളിത്തിരയിലെ ഇത്തരം മാടി വിളിക്കുന്നതും എനിക്ക് വേണ്ട എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞതിനുള്ള പേരാണ് വക്കം. ആയകാലത്ത് ഒരുപാട് സ്പേസുകളിൽ നല്ല നടനായി ശ്രീവിദ്യയോടൊപ്പം അങ്ങനെ പല പല മോഹിപ്പിക്കുന്ന നടിമാരോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള സാധ്യതകളെ അരങ്ങിന്റെ സാധ്യതകൾ കൊണ്ട് അത് സൗന്ദര്യമാണെന്ന് വിചാരിച്ച് തൃണവൽക്കരിച്ച ഒരുപാട് നമുക്കുണ്ട്. അതിലാണ് എന്നാണ് ഭാര്യയിലെ പ്രധാനപ്പെട്ട വേഷം. ഭാര്യ എന്ന് പറയുന്ന വിഖ്യാതമായ സിനിമയിലെ പ്രധാനപ്പെട്ട വേഷം അരങ്ങാണ് വരുന്നത് പറഞ്ഞ് മാറ്റിവെച്ച ഒരു വലിയ ലെജൻഡ്. ആ ലെജൻഡ് പേരാണ് ടി കെ ജോൺ. പക്ഷെ സിനിമ നമുക്ക് പറയാം, സിനിമയിൽ പറയാം ആരാണ് ടി കെ ജോൺ എന്ന് ഇപ്പൊ ചോദിച്ചാൽ പറയും അത് കൽപ്പമന്ദിലെ മോഹൻലാലിന്റെ രണ്ടാം അച്ഛനാണെന്ന് പറയും. അത് നമുക്ക് പറയാൻ പറ്റും. സിനിമ അതിന്റെ സാധ്യതയാണ്. എന്നെ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് പറയാനില്ല, അത് മാത്രമാണ് തെളിവ്. പക്ഷേ അതല്ല. അരങ്ങ് ഒരു പക്ഷേ കാലാനുവൃത്തിയാകാൻ ചിലപ്പോൾ ഭാഗ്യം കിട്ടാത്ത ആധുനിക സജ്ജീകരണങ്ങളില്ലാത്ത ഒരു വല്ലാത്ത അനുഭൂതിയുള്ള ലോകമാണ്. ആ ലോകത്ത് നമ്മളെ ഭ്രമിപ്പിക്കുകയും പ്രണയിപ്പിക്കുകയും ചെയ്ത വക്കം ഷബീറിന് ആർട്ടിസ്റ്റ് ഫെസ്റ്റിവൽ അവാർഡ് കൊടുക്കാൻ പോകുന്നു. ആൾക്കാരത്തുണ്ടാകുന്ന ഒരുപാട് ഇതൊരു ചരിത്രപരമായ മുഹൂർത്തമാണ്. ഈ മുഹൂർത്തത്തിൽ ഞാൻ കൂടി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. ഓരോരുത്തരും ഇവിടെ ഇന്ന് നീറുകയാണ് പല ഘട്ടങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, 1902 ടാഗോറിന്റെ കല്യാണം നടന്നത്. ടാഗോർ കല്യാണം കഴിച്ചത് 1902 2003 കൊച്ചുണ്ടായി. 2004 ജനുവരിയിൽ ആഘോഷം മരിച്ചുപോയി. ടാഗോറിന്റെ ചരിത്രമാണ്. പിന്നീട് 1902 കുട്ടിയുണ്ടായി. 4 കുട്ടി മരിച്ചുപോയി. 7 അച്ഛൻ മരിച്ചുപോയി. 1912 തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ മരിച്ചുപോയി. 12 20 21 26 29 4 സഹോദരങ്ങൾ വിട്ടുപോയി. 20 വർഷം കൊണ്ട് തൊലഞ്ഞുപോയി എന്ന അപ്പുറത്തെ വീട്ടുകാരനാണ് എന്റെ പേരാണ് ടാഗോർ. പ്രിയപ്പെട്ടവരെ, ആ 20 വർഷത്തിനിടയ്ക്ക് 1913 ആ മനുഷ്യന് നൊബേൽ സമ്മാനം കിട്ടി. മറന്നു പോകാതിരിക്കാൻ മാത്രം പറഞ്ഞതാണ്. ഈ 21 വർഷക്കാലത്തിനിടയ്ക്ക് ജീവിതം തൊലച്ചു കളഞ്ഞതിന് ഒരു അവാർഡ് കിട്ടി. അതിന്റെ പേര് നൊബേൽ സമ്മാനമാണ്. ഈ 20 വർഷത്തെ ചരിത്രത്തിൽ ആ മനുഷ്യന് ഒന്നുമില്ലായെങ്കിൽ എത്ര വട്ടം കരഞ്ഞു കാണും. കരഞ്ഞതിനിടയ്ക്ക് ആ മനുഷ്യൻ ഉയർത്തിപ്പിടിച്ച അവാർഡുണ്ട്. അതുപോലൊരു പുരസ്കാരം കൊടുക്കാൻ പോവുകയാണ് നമ്മൾ. ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങൾ നമ്മളെ പോലെ അനുഭവിച്ചപ്പോഴും സുസ്ഥിരവതനായി ചിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ച കാലത്തെ പേരാണ് വക്കം ഷബീർ. ഈ മനുഷ്യനിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയാളൊക്കെ ഇന്ത്യയുടെ ദുഃഖം അനുഭവിക്കുന്നത് നമ്മളൊക്കെ എല്ലാവരും സങ്കടത്തിലാണ്. ആ സങ്കടം അനുഭവിക്കുമ്പോഴും മരിച്ചു പോകുന്നതിന്റെ തലേ ദിവസവും ഇതുപോലെ ഷെയർ ചെയ്ത് ഡയൽ ചെയ്ത് മിടുക്കനായിരിക്കണം. ആരെ കൊണ്ടും അവനിപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഓർത്തിട്ട് ആരും നമ്മളെ സഹതാപത്തോടെ നോക്കില്ല. നമുക്ക് ചിരിക്കണം. ഉപേക്ഷപ്പെട്ട് പറയുന്നത് പോലെ ഞാൻ ചിരിച്ചത് നിങ്ങൾ കാണുന്നു. കാര്യം അങ്ങനെ അസൂയപ്പെടുന്നു. മുകേഷിനോട് പറഞ്ഞത് ഞാൻ എപ്പോഴും ചിരിക്കും. ചോറാണോ നീറിക്കൊണ്ടിരിക്കുകയാണ്. ആ നീറിൽ ചിരിച്ചിട്ട് മറ്റുള്ളവരെ പ്രസന്റ് ആക്കുക എന്നുള്ളത് എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു. എൻ്റെ അനിയൻ മരിച്ചതിന്റെ പിറ്റേ ദിവസം ആ മനുഷ്യൻ ഷേവ് ചെയ്ത് അതൊക്കെ ഡൈ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഈ മനുഷ്യനെന്താ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതിന് മുമ്പ് എടുക്കുന്നതിന് കിടക്കുന്ന കുഞ്ഞെ എന്നാണ് അച്ഛൻ പറഞ്ഞത്. ചിലർ നമ്മളെ പഠിപ്പിച്ചു തുടങ്ങിയത്. ഈ പഠിപ്പിക്കൽ
ഒരു പാഠമാക്കി ബോധ്യപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഒരു ചടങ്ങ്. ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഷക്കീർ സാറിനോട് ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞ സാർ ഒരു ബുക്കിൽ ചാൻസ് കൊടുത്ത അവിടുത്തെ ബ്ലോക്കേഴ്സ് ഉണ്ടാക്കാമോ? ഞാൻ പറഞ്ഞു ചീട് കേസ് കൊണ്ടുവന്നെ നിന്റെ തന്തയോട് ഈ പറഞ്ഞേക്കാൾ ഒരു ബ്ലോക്കേഴ്സ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മക്കൾ ഷക്കീറിനേക്കാൾ അല്പം താഴെയാണ് എന്ന് പണ്ട് വലിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്റെ മുമ്പിൽ ഭവതി, എന്റെ മുമ്പ് ഞാൻ ഒരു പ്രധാനമന്ത്രി എന്ന് MS സുബ്ബലക്ഷ്മിയോട് പറഞ്ഞ ഒരു വലിയ പ്രധാനമന്ത്രി നമ്മുടെ ധരിച്ചിരുന്നു ജവഹർലാൽ നെഹ്റു. ഞാൻ ഒരു പ്രധാനമന്ത്രി ആരുടെ മുമ്പിലാണ്? പാടുന്ന ഏറ്റവും വലിയ ഒരു ഗായികയുടെ മുമ്പിൽ. അപ്പോഴാണ് ബ്ലോക്കേഴ്സ് ഉണ്ടാകുന്നത്. ഇപ്പോഴേ 40 വയസ്സിൽ കേരള സംഘടന അക്കാദമിയുടെ അവാർഡ് കിട്ടിയ കക്ഷികളാണ് പറയുന്നത്. 40 വയസ്സിൽ ഇപ്പൊ ബ്ലോക്ക്, ഞാൻ ബ്ലോക്ക് കമ്മിറ്റി ചെറുതാണെന്നല്ല പറയുന്നത്. ഇങ്ങനെയൊന്നും രാഷ്ട്രീയക്കാർ നമ്മളെ ബഹുമാനിക്കുന്നത്, അംഗീകരിക്കുന്നത്, ഇങ്ങനെയൊന്നുമല്ല നമ്മളെ പരിഗണിക്കുന്നത്. ഒരു അസംബ്ലി പെട്ടത് നിന്നാൽ പോലും നമ്മൾ വിചാരിക്കണം ഒരു MLA ആണ് ജയിക്കാൻ പോകുന്നത്. അതിന് രാജീവാലിന്റെ MLA-ക്കാൾ വലുതാണേ. MLA മുൻ MLA ആവും, രാജീവാലിന്റെ മുൻ MLA മുൻ രാജീവാലിന്റെ മുൻ ഗാനേതാവ് നേരത്തെ കോട്ടം പറയുന്നത് മുൻ ഗാനേതാവ് അങ്ങനെ കൂട്ടന്മാരെ പറയും. ഞങ്ങളാണ് വലുത്, ഞങ്ങളാണ് വലുത്. അതുകൊണ്ടാണ് ഈ ബോർഡ് വെച്ച കാലം പോകുമ്പോൾ വെള്ളാപ്പള്ളി ഗണേശന്റെ മകൻ ഒരു 45 രൂപ കൊടുത്തിട്ട് ടോള് എടുക്കുമ്പോഴും ഞാൻ ആ ടോള് കൊടുക്കാതെ 5 വർഷവും ആ അരിവ് ടോളിനോടൊപ്പം കഴിഞ്ഞപ്പോൾ ഒരു കുളിര് തോന്നാത്തത് ഈ ബോർഡ് മാറുമ്പോഴും ഞാൻ തന്നെയാണ്. ആ അഭിമാനം എക്കാലവും എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സമ്മാനിച്ച ഈ നോവുണ്ടല്ലോ, ദീർഘമായി ഞാൻ സംസാരിക്കില്ല. ഒരു അങ്കുലപ്പുഴു എന്ന് പറയുന്ന പുഴുവുണ്ട്, ഇത്രയേ ഉള്ളൂ അങ്കുലപ്പുഴു. ആ അങ്കുലപ്പുഴു എല്ലാവരുടെയും മേത്ത് കയറി അളക്കാൻ തുടങ്ങും. ഞാൻ നിന്നേക്കാൾ വലുതാണ്. ഇത് ചൊറിഞ്ഞ പുഴി ഇത്രയേ ഉള്ളൂ. ഒരു കിളിയുടെ അക്കത്ത് കയറി ഇതുപോലെ അളന്നു, ഒരു അടയ്ക്കാ കിളിയാണ്. എന്നിട്ട് പറയുകയാണ് ഞാൻ നിന്നേക്കാൾ വലുതായിരിക്കുന്നു. അപ്പോൾ കിളി പറയുകയാണ് ഞാനൊന്ന് പാടിത്തരാം. ആ പാട്ട് കേട്ട് പതുക്കെ മറ്റ് കിളികളൊക്കെ അടുത്തുകൂടി താഴെയുള്ള മത്സ്യങ്ങൾ മുകളിൽ വന്നു. പതുക്കെ പൂക്കുകൾ ഇങ്ങനെ വിളരാൻ തുടങ്ങി. അപ്പോൾ കിളി പറഞ്ഞു, എൻ്റെ പാട്ട് കേട്ടപ്പോഴുള്ള ഈ മാറ്റമുണ്ടല്ലോ, ആ മാറ്റം നിന്റെ ചോദിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അങ്കുലപ്പുഴുക്കൾ പലതും ഉണ്ടാവും. നമ്മളൊന്ന് പാടിയാൽ, അതാണ് DCC പാടിയപ്പോഴത്തേക്ക് 4 വരെയും പാടിയുള്ളൂ. പതുക്കെ ദൈവം അടുത്തുകൂടി. സംഗീതത്തിന് അപാരമായ കഴിവാണുള്ളത്. ദക്ഷിണാമൂർത്തി സ്വാമി പറഞ്ഞ പോലെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ശ്രുതിയിലാണെന്ന് വിചാരിച്ചു കളയരുത്. ആരോടാ പറഞ്ഞ? യേശുദാസൻ. ഏറ്റവും നല്ലപോലെ ശ്രുതിയിൽ പാടുന്ന ആളോടാ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞ? പാടിക്കൊണ്ടിരിക്കുമ്പോൾ താൻ എപ്പോഴും ശ്രുതിയിലാണെന്ന് വിചാരിക്കരുത്. തീരുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ശ്രുതിയിലെത്താം. അതൊന്നും പാടിക്കൊണ്ടിരിക്കുമ്പോൾ താൻ എപ്പോഴും ശ്രുതിയിലാണെന്ന് വിചാരിച്ച് കളയരുത്. പാടി തീരുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ശ്രുതിയിലെത്താം. ആ ശ്രുതിയിലെത്തുന്ന സമയത്ത് താൻ ദൈവമാണെന്ന് സ്വയം വിചാരിക്കുക. അരങ്ങിൽ നടൻ തന്റെ എല്ലാ സിദ്ധിയും ഉപയോഗിച്ച് ഇങ്ങനെ അരങ്ങിൽ ആടി തീർത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പതുക്കെ അയാൾ ദൈവമായി മാറുന്ന ഇന്ദ്രജാലം അയാൾ തന്നെ ഉപയോഗിക്കും. ആ സമയത്ത് അയാൾ പതുക്കെ സംവിധായകനെ കൈവിട്ടിട്ടുണ്ടാവും. ഇന്ദ്രജാലം ഞാനൊക്കെ ആരാധകനാണ് ആ ഡയലോഗ് പ്രസന്റേഷൻ. ആ സമയത്ത് പതുക്കെ സംവിധായകന്റെ കൈവിട്ട് കളയും. ആര്? നടൻ കൈപിടിച്ച് സംവിധായകന്റെ ഷക്കീർ സാർ പറയുന്നത്, ഷക്കീർ സാറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് 5-6 പേര് വേർതിരിച്ചിട്ടുണ്ട്. തനി ഡ്യൂപ്ലിക്കേറ്റ് ഷക്കീർ സാറിനെ തന്നെ സംസാരിക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു. അതൊരു വിജയമാണ്. ഞാൻ പേരൊന്നും പറയുന്നത്, അതൊരു വിജയമാണ്. പക്ഷേ ഷക്കീർ സാറിന്റെ പിടിവിടുക എന്നത് ഇന്ദ്രജാലമാണ്. സംവിധായകന്റെ പിടിവിട്ട് കളയുക, ഗുരുവിന്റെ പിടിവിട്ട് കളയുക. പഠിപ്പിച്ച ഗുരുവിന്റെ പിടിവിട്ടില്ലെങ്കിൽ ശിഷ്യനൊന്നും ആവില്ല. അതുകൊണ്ടാണ് 5 വയസ്സുകാരൻ അരങ്ങേറ്റം നടക്കുന്നത്. പല്ലില്ലാത്ത ഗുരു പഠിപ്പിച്ചതാണ്, അതുപോലെ പാടിക്കൊണ്ടിരിക്കണം 5 വയസ്സുകാരൻ. അത് പാവം പല്ലില്ലാത്ത 70 ആയിപ്പോയി. അങ്ങനെ ആയില്ലല്ലോ. ഗുരുവിന്റെ പിടിവിട്ട് കളയുക, ഗുരുവിനെ മറന്നു കളയുക. ഗുരുവിനെ മറക്കുന്ന സമയത്തുള്ള അയാൾ മനോധർമ്മത്തിലെത്തും. എങ്ങനെയാണ് മനോധർമ്മം? ഒരു ഗുരുവിനെ പഠിപ്പിക്കാനുണ്ട് അല്ലേ? ആ സമയത്താണ് യേശുദാസ് ദക്ഷിണാമൂർത്തിയെ മറന്നു കളയുന്നത്. നമ്മൾ
ദക്ഷിണാമൂർത്തിയെ തന്നെ പിടിച്ചോണ്ട് പാടിയ പാടുണ്ട്. പാടി കൊടുത്തു. അത് പോരാ എന്ന് പറയാനുള്ള ശക്തി അന്ന് വിശ്വാസമില്ലായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ദേവരായ മാഷിനൊക്കെ പറഞ്ഞു വെച്ചിട്ട് ആ സമയത്ത് ദേവരായ മാഷ് പറഞ്ഞു ഷൈൻ ചെയ്യും. ആ പിണക്കം ആണ് ഈ ജയചന്ദ്രനെയും ശ്രീകാന്തിനെയും ഐവിലിനെയും കൊണ്ടുവന്നത്. പക്ഷെ ആര് വന്നാലും ഗുരുവിന്റെ പിടിവിട്ട് ഗുരുത്വത്തോടെ ഓടിപ്പോകുന്നവനെ തോപ്പിക്കാനാവില്ല എന്ന് യേശുദാസ് തെളിയിച്ചു. അവസാന നിമിഷം വരെ ഗുരുവിനെ കേൾക്കും. പക്ഷെ ഗുരുവാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചത് കേവലനായ ഗുരുവാണ്. മറ്റേ ഗുരു പരമകാരുണ്യനായ ഗുരുവാണ്. ആ ഗുരുവിന്റെ കൈ പിടിച്ച് നടന്നു പോയത് കൊണ്ടാണ് മഹാകർമ്മ ആരെങ്കിൽ അത്ഭുതങ്ങൾ കാണിച്ചത്. ഡയലോഗ് മറന്നുപോയത് ഞാൻ ഈ പറയുന്നു നിർത്താൻ പോകുന്നു. അക്ഷരജ്ഞാനമില്ലാത്തൊരുത്തൻ ശാകുന്തളം നാടകത്തിൽ കണ്വ തപോവനം കണ്വ മഹാമുനിയായിട്ട് അഭിനയിച്ചു. അക്ഷരജ്ഞാനമില്ല, കേട്ടാണ് ഡയലോഗ് പഠിച്ചത്. ശകുന്തളയെ ദുഷ്യന്ത മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വിടുക എന്ന രംഗത്ത് പതുക്കെ താടി തുടങ്ങിയപ്പോൾ താടി പോയി. എന്ത് ചെയ്യാനും നമ്മളെ ആ സമയത്ത് കത്തിലുണ്ട്. ആ സമയത്ത് ആ പാവക്കാരൻ പറയുന്നു, മകളെ ഇതുകൂടി കൊണ്ടുവയ്ക്കോ, നമുക്ക് കൊണ്ടുപോകുന്നത് നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭൈരവന് തന്നുവിടാൻ എന്റെ ഈ ആശ്രമത്തിലൊന്നുമില്ല എന്ന് പറഞ്ഞു. കേട്ടവരൊന്നുമല്ല ചക്രപൂതികളായിരിക്കും. ആ ഒരു സംവിധായകന്റെ അപ്പുറത്തുള്ള നൈസർഗികമായ ഇന്ദ്രജാലമാണ്. താടി ഊരിപ്പോയ താടി എന്ന് പറഞ്ഞ് ഒരു ലേഖനത്തിൽ എന്തോ വായിച്ചതാണ്. ഊരിപ്പോയ താടി അത് ശകുന്തള ആ താടിയെ കൊണ്ട് പോയപ്പോൾ ആരും പോവാതിരുന്നു. കൊണ്ടുപോയത് എന്താണെന്ന് മറന്നുപോയി. ഈ ഇന്ദ്രജാലം എത്ര വട്ടം തോക്കിൽ അഭിനയിച്ചതാണ്. ഈ മനുഷ്യൻ എങ്ങനെയാണ് ഈ ഡയലോഗ് പഠിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടുള്ളൂ. ഇത് പഠിച്ചെടുക്കാൻ ഈ മനുഷ്യൻ കഴിയില്ല എന്ന് ചില നിമിഷങ്ങളിൽ ഞാൻ സന്ദേഹിച്ചിട്ടുണ്ട്. 10-15 നാടകം കഴിയുമ്പോൾ സംവിധാനം ചെയ്തയാളെ അവതരിപ്പിച്ചുകൊണ്ട് നാടകം എങ്ങനെയാണെന്ന് അങ്ങ് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു നർത്തകി ഒരു അരങ്ങിൽ എങ്ങനെയൊക്കെയാണ് അടിത്തമർത്തുന്നത് അതുപോലെ അടിത്തമർത്തുന്ന ഇന്ദ്രജാലം. അതുകൊണ്ട് തന്നെ അടുത്തരാവാറ് അമേരിക്ക തന്നെയെന്ന് ഇദ്ദേഹം പറഞ്ഞതിൽ ഞങ്ങൾ നെറ്റി ചുറ്റിട്ടില്ല. കാര്യം അത് അങ്ങേക്കല്ലാതെ മറ്റാർക്ക്, അത് അങ്ങേക്കല്ലാതെ മറ്റാർക്ക്. ഈ വേദിയിലേക്ക് ക്ഷണിച്ച എല്ലാ സംഘാടകരോടും നന്ദി പറയുന്നു. രാമൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ രാമന്റെ വില്ല് പതുക്കെ ഇങ്ങനെ പൊത്തിൽ പതുക്കെ കുത്തിവെച്ചു. എടുത്തുയർത്തിയപ്പോഴാണ് ഒരു തവളയുടെ വായിലാണ് കുത്തിവെച്ചത് എന്ന് മനസ്സിലായത്. വളരെ സങ്കടം തോന്നി രാമന്. ആ സമയത്ത് രാമൻ പറയുകയാണ്, തവളെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ. അപ്പോൾ തവള പറയുകയാണ്, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ രാമ 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 എന്ന് വിളിക്കണമെന്ന് നമ്മൾ പഠിപ്പിച്ചു. ആ രാമൻ തന്നെ പണി തന്നാൽ പിന്നെ ആരെയും വിളിക്കുന്നു പറഞ്ഞതുപോലെ ദൈവം തന്നെ പണി തന്ന ഒരു കാലത്ത് ജീവിക്കുകയാണ് നമ്മൾ. ദൈവം തന്നെ പണി തന്നിരിക്കുകയാണ്. നീ പട്ടിണി കിടന്നു, നീ പുറത്തിറങ്ങാതിരിക്കുക, നിന്റെ ചിരി കാണാതിരിക്കാൻ നീ മൂടി വയ്ക്കുക. നിന്റെ കണ്ണിലൂടെ മാത്രം നിന്റെ പ്രണയം എനിക്ക് ബോധ്യപ്പെടുത്തി തരാൻ അത്ര രീതിയിലുള്ള ഒരു കാലത്ത് ജീവിച്ചിരിക്കുമ്പോഴും ഇങ്ങനെ ഒരു സംഘക്കൂട്ടായ്മ കുറച്ചു പേർ ഇങ്ങനെ ഇരിക്കുകയാണ്. കാലം ഇനിയും വരും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, ഓരോ കെട്ടിലും കായ് വരും, പൂ വരും. അപ്പോൾ ആരൊന്നും എന്തെന്നും ആർക്കറിയാൻ പറ്റില്ല. അടുത്ത ഒരു കത്തിരിപ്പിൽ നമ്മളൊരാളുണ്ടാവില്ല എന്ന സന്ദേഹം അങ്ങനെ പറഞ്ഞു പോയതാണ്. അതിനിടയ്ക്ക് ഈ കൂട്ടായ്മ വലിയ സ്നേഹസന്നദ്ധി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് ക്ഷണിച്ച എല്ലാ സംഘാടകരോടും നന്ദി പറയുകയാണ്. ഏത് വിരലാണ് വലുതെന്ന് ഒരു തർക്കമുണ്ടായി. ചൂണ്ടുവിരലാണ് വലുതെന്ന് അയാൾ ആദ്യമേ പറഞ്ഞു. അമ്പലപ്പുഴ ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കണമെങ്കിൽ ഞാനേ ഉണ്ടാവൂ എന്ന് അയാൾ ആദ്യം തന്നെ പറഞ്ഞു. പൊക്കമില്ലെങ്കിലും വണ്ണമിരിക്കാമെന്ന് തള്ളവരൽ അപ്പോൾ തന്നെ തർക്കിച്ചു. ആ സമയത്ത് നടുവിൽ പറഞ്ഞു, ആരുടെയും ഔദാര്യമില്ലെങ്കിലും ഞാൻ തന്നെയാണ് വരുന്നത് നിങ്ങൾക്കറിയാം. ആ സമയത്ത് മോതിരവിരൽ പറയുന്നു, ഒരു മോതിരം കാണണമെങ്കിൽ എന്റെ വിരലിലേ ഉണ്ടാവൂ. ആ സമയത്ത് ചെറുവിരൽ വിനീത വിധേയത്തോടെ പറഞ്ഞു, ഗുരുക്കന്മാരെ കണ്ടാൽ നമസ്കരിക്കാൻ നേരത്ത് ഞാൻ തന്നെയായിരിക്കും മുമ്പിൽ എന്ന്. ആ ചെറുവിരലിന്റെ പേരാണ് വക്കംഷി. എത്ര വിനീത വിധേയത്തോടെയാണ് അദ്ദേഹം ത്രിവിക്രമ സാറിനെ കുറിച്ച് പറയുന്നത്. എം വി ത്രിവിക്രമപിള്ള എന്ന ഇതിഹാസ പുരുഷൻ നാടകത്തെ എങ്ങനെയൊക്കെയാണ് രൂപപ്പെടുത്തിയത്. ആ രൂപപ്പെടുത്തിയ ത്രിവിക്രമപിള്ളയുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പതുക്കെ കൈവിട്ട ഒരു ലെജൻഡിന്റെ പേരാണ്.
പഠിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. ചേർന്നതിൽ ഉമ്മ കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ നമുക്ക്. 1000 വട്ടം മനസ്സുകൊണ്ട് ആ ഹൃദയത്തിൽ ഉമ്മ കൊടുക്കട്ടെ. ഈ മനുഷ്യനെ ഒരു പത്മശ്രീയോ പത്മഭൂഷണമോ കൊടുക്കുന്നത് പോലെ അമ്പലപ്പുഴയിലെ ഈ നടയിൽ വെച്ച് ആദരിക്കുകയാണ്. അതിന് നിയോഗം ഉണ്ടാക്കുന്ന രാധാകൃഷ്ണനെ ഞാൻ ചേർത്ത് പുൽകുന്നു. ഒരാളിങ്ങനെ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത്തരമൊരു യോഗം ഉണ്ടാവില്ല. ആ ആകാശം നമുക്ക് സമ്മാനിച്ചാൽ ഒരു സൂര്യനെ കൊണ്ട് തെളിച്ച് നിർത്തിയാൽ സൂര്യന് തിളങ്ങണമെങ്കിലും ഒരു സംസ്കാരം ഉണ്ടാവണം. അത്തരമൊരു തിളങ്ങുന്ന സംസ്കാരമുള്ള സൂര്യന്റെ പേർ അമ്പലപ്പുഴ ഹരികുമാർ. എല്ലാവരെയും അതുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഒരു കാര്യം ഞാൻ ഒരു ഡയറക്ടർ, ഒരു ആക്ടർ, ഒരു ബിജു തട്ടാറാന്ന് പറഞ്ഞ വ്യക്തി തോന്നുന്നത് ഞാൻ കണ്ടില്ല. അവർക്ക് ഇന്നലെ പോലും ഉണ്ട്. കേരളത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അടുത്തതായി അമ്പലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹോദരി കവിത. ശ്രീ രാധാകൃഷ്ണൻ സാർ നമുക്ക് ഉദ്ഘാടനം വരുമെന്ന് പറഞ്ഞു. സുധാകരൻ സാർ, തിലോത്തമൻ സാർ, ഈ വേദിയിൽ ഇരുന്ന ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട കലാകാരന്മാർ, എനിക്ക് ദീർഘമായിട്ട് പ്രസംഗമൊന്നും പറയാനില്ല. കാരണം എൻ്റെ നാട് അമ്പലപ്പുഴ, കല്യാണം കഴിഞ്ഞ് വന്നത് അമ്പലപ്പുഴയിലാണെങ്കിലും ഞാനൊരു എസപ്പുരത്തുകാരനാണ്. കഞ്ഞിക്കുഴിയിൽ ഇപ്പോഴും ഇവിടെ എന്നോട് ആരെങ്കിലും വീടെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എസപ്പുരം സദാനന്ദന്റെ പേര് വളരെ ബഹുമാനപൂർവ്വം ഞാൻ പറയുന്ന ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ അച്ഛൻ ഞാൻ ജനിക്കുന്നതിന് മുന്നേ എനിക്ക് നാടകത്തിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയത്തില്ല. അച്ഛൻ തലശ്ശേരി നിന്ന് റിട്ടയർഡ് ആയതാണ്. എൻ്റെ അമ്മ നാടക സമയങ്ങളിൽ പല ഉത്സവ സമയത്തും എന്നെയും കൊണ്ട് എൻ്റെ അനിയത്തെയും കൊണ്ട് നാടകം കാണാൻ പോകുമായിരുന്നു. അവിടെ പോയിരുന്ന് ഒരു നാടകക്കാരെ കണ്ടെങ്കിൽ വളരെ ബഹുമാനമായിരുന്നു. കാരണം കുഞ്ഞുങ്ങളെ വരെ വീട്ടിലാക്കി പാൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനകത്ത് സ്ത്രീകൾ, പ്രായപൂർത്തിയായ കുട്ടികളുണ്ടാകും. അവരെയൊക്കെ വീട്ടിലാക്കിയിട്ട് അല്ലെങ്കിൽ അയൽവക്കത്താക്കിയിട്ട് വന്ന എത്രയോ നാടക കലാകാരന്മാർ നമ്മുടെ മുന്നിലിരിപ്പുണ്ട്. എനിക്ക് ശാന്തചേച്ചി വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇവരെയൊക്കെ വളരെ ബഹുമാനപൂർവ്വം ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയും കൂടാണ്. കൂടാതെ എനിക്ക് പറയാനുള്ളത്, മുൻ സമയങ്ങളിൽ ഉത്സവ സീസണുകളിൽ ഒരു ദിവസം ഒരു 12-13 നാടകം കളിച്ചുകൊണ്ടിരുന്ന സീസൺ ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു വണ്ടി വന്നു, അവിടുന്ന് വേറെ നാടകം കഴിഞ്ഞു കെട്ടി അടുത്ത സ്ഥലത്തോട്ട് പോകുന്ന ഒരു അവസ്ഥ. പക്ഷെ ഇപ്പം നിങ്ങളുടെ ജീവിത ചുറ്റുപാട് ആ രീതിയിലല്ല. വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വരുമാനമാർഗം കിട്ടുന്നുണ്ട്. പക്ഷെ നാടകം വളരെ ചുരുങ്ങിയിരിക്കും. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്റ്റേജിൽ കത്തൻ വെച്ചും കൈ വെച്ചും മറിച്ച് നാടകം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അയൽപക്കത്തെ പല കുട്ടികളുമായിട്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളോ മൊബൈലിന്റെ മുന്നിൽ യൂസിലല്ല നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും